വെക്കണം. അങ്ങനെയാണ് പൊതുമേഖലയും സഹകരണവും എല്ലാം ശക്തിപ്പെടുന്ന ഒരു പുതിയ സാഹചര്യം ലോകത്തുയർന്നു വന്നത്. പാമ്പടാനന്ദൻ്റെ ആ കാലം മുതൽ കെയ്ൻസിൻ്റെ ഈ തിയറി വരെയുള്ള ലോകത്തെ അർത്ഥശാസ്ത്ര പണ്ഡിതന്മാരുടെ നിരവധിയായ അഭിപ്രായങ്ങൾ പിന്നീട് ക്രോഡീകരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കണം, സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തണം, പൊതുവിതരണ സംവിധാനങ്ങൾ വേണം, മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെടണം, അതുപോലെ ജനങ്ങൾക്കും ഇടപെടാനുള്ള അനുവാദം വേണം. ഇതാണ് രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് കേരളത്തിൽ 1945 ശേഷമാണ് പഴയ ഐക്യനാണയ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നത്, സഹകരണ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നത് ഈ കേരളത്തിൽ ഉൾപ്പെടെ, മലബാറിൽ പ്രത്യേകിച്ചു. അങ്ങനെ വളർന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ തലത്തിൽ നമ്മൾ ഇത്രയും ഉന്നതിയിലെത്തിയ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഇന്നത്തെ വർത്തമാന കാലത്ത് 100ാം വാർഷികം ആചരിച്ചുകൊണ്ട് പഴയ കാലങ്ങളെ നമ്മൾ സ്മരിക്കുന്നു. വർത്തമാന കാലഘട്ടം, ത്രസിക്കുന്ന വർത്തമാന കാലഘട്ടത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. വരാൻ പോകുന്ന ഭാവിയെ നമ്മൾ വിരൽ ചൂണ്ടി ഇതാണ് ഭാവി. ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരാളെങ്കിൽ കോൺട്രാക്ട് സൊസൈറ്റി, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാനല്ല. തൊഴിലാളികളുടെ തന്നെ മുതലാളി എന്ന് പറഞ്ഞില്ല, തൊഴിലാളികളാണ് അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് നല്ലത്. ആ പദം ഉപയോഗിക്കുന്നതാണ് നന്നാകുക. തൊഴിലാളിയാണ് ഇതിൻ്റെ ഉടമ. തൊഴിലാളികളുടെ ഉടമയായ അവിടെ ശേഷി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ തൊഴിലാളി മുതൽ AI മേഖല കൈകാര്യം ചെയ്യുന്ന, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈകാര്യം ചെയ്യുന്ന ആധുനിക തൊഴിലാളികളെ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റി ലോകത്തിലെ പ്രമുഖ സ്ഥാനത്ത്, ഏഷ്യയിലെ 1ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്, നമ്മളെല്ലാം കണ്ടത്, കേട്ടത്. ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂതകാലത്തിൻ്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ചിത്രമാണ്. ഇനി നമുക്ക് ഏഷ്യ വൻകര മാത്രമല്ല, ലോകത്തിൽ ഞാൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ 24 അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാർവദേശീയമായിട്ട് ദേശീയമായിട്ട് കേരളത്തെ അടിസ്ഥാനപ്പെടുത്തിയത് 24 അവാർഡുകൾ ഇതിൻ്റെ അകത്ത് അവർ തയ്യാറാക്കിയ പ്രൊഫഷണൽ കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് നോക്കി 3 അട്ടിയിലായിട്ട് 8 വീതമുണ്ട്. 24. അതൊന്നും ഓരോന്നും പറയാനൊന്നും ഞാൻ സമയം മെനക്കെടുന്നില്ല. സാർവദേശീയ അംഗീകാരം മുതൽ കേരള അംഗീകാരം വരെ. ഈ അംഗീകാരം വെറുതെ ഒന്നല്ല, തേടി വന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില അംഗീകാരങ്ങൾ രമേശൻ പാലേരിക്കും ലഭിച്ചിട്ടുണ്ട്, സാർവദേശീയമായിട്ടും ദേശീയമായിട്ടും. അപ്പോൾ നമുക്കറിയാലോ, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി, ഞാൻ മറ്റ് വിശദീകരണത്തിലും കിടക്കുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി നാഷണൽ ഹൈവേ ആണ്. 66 നാഷണൽ ഹൈവേ 66 കലപ്പാടി മുതൽ ചെറുക്കള വരെ 1ാമത്തെ റീച്ച്. ആ 1ാമത്തെ റീച്ച് വലിയ മത്സരത്തിൽ തന്നെയാണ് ഒരാളെങ്കിൽ സൊസൈറ്റി വാങ്ങിയത്. അദാനിയോടാണ് മത്സരിച്ചത്. അദാനിയോട് ഞാനിത് നിരവധി പൊതുയോഗങ്ങൾ പറഞ്ഞാണ്. അദാനിയോട് മത്സരിച്ചിട്ട് അതിൻ്റെ 1ാമത്തെ റീച്ച് തന്നെ കലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള റീച്ച് നമ്മുടെ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കിട്ടിയത്. അങ്ങനെ കിട്ടിയെന്ന് പറയാനല്ല ഞാനിത് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന നാഷണൽ ഹൈവേ 66-ൻ്റെ മിക്കവാറും ജോലി പൂർത്തിയാക്കിയെന്ന് കേന്ദ്ര വകുപ്പ് മന്ത്രി തന്നെ, റോഡ് വികസന വകുപ്പ് മന്ത്രി തന്നെ ഗഡ്കരി ആവേശത്തോടെ ചൂണ്ടിക്കാണിച്ച ആ കോൺട്രാക്ടർ വേറെ ആരുമല്ല, ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ആ വർക്ക് നടക്കുകയാണ്. 66 നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക്, ആ വർക്കിൽ ഏറ്റവും ഫലപ്രദമായി ആ വർക്കിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടം വരെ പൂർത്തീകരിച്ചിട്ടുള്ള 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എന്നുള്ളത് ഏത് വർക്കാണ് ഇനി ഒഴിവാക്കേണ്ടത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഏത് വർക്ക് എടുക്കുന്നതിൽ നിന്നാണ് ഒരാളെങ്കിലും ഒഴിവാക്കാനാവുക? ഒരാളെങ്കിനെ പറ്റി വിമർശിക്കുന്നവരുണ്ട്, അതിൽ ഒറ്റ വിമർശനമേ ഉള്ളൂ. അവർ പറഞ്ഞതുപോലെ
കൃത്യസമയത്ത് പൂർത്തിയാക്കും, നല്ല ഗുണമേന്മയോടെ എന്നുള്ളതാണ് ഊരാളുകളെ പറ്റി പറയാവുന്ന ഒരേ ഒരു കാര്യം. കൃത്യമായിട്ട് എപ്പോഴാണോ തീരുമാനിക്കുന്നത് അന്നു മുതൽ കൃത്യമായിട്ട് ഏറ്റെടുത്താൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ കോൺട്രാക്ട് വർക്ക് പൂർത്തിയാക്കി നല്ല ഗുണമേന്മയോടുകൂടി ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ പ്രസ്ഥാനങ്ങളിലൊന്ന്, അല്ലെങ്കിൽ കോൺട്രാക്ടർമാരുടെ പട്ടികയിൽ തന്നെ ഒന്ന് ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അത് നമ്മളെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ AI ഉൾപ്പെടെ ഞാനൊരു പദം ഉപയോഗിച്ചു, ഞാൻ ബോധപൂർവ്വം ഉപയോഗിച്ച് തന്നെയാണ് AI സഹകരണ മേഖലയുടെ ഭാഗമായിട്ട് വരുമ്പോൾ അതിൻ്റെ നേട്ടം അവിടെ ആരാണോ അതിൻ്റെ ഉടമ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളാണ്, തൊഴിലാളികളാണ്. ആ ഉടമയുടെ ജീവിതത്തെയാണത് മാറ്റിമറിക്കുക. എങ്ങനെ? രണ്ട് തരത്തിലാണ്. ഒന്ന്, അധ്വാനഭാരം നല്ലതുപോലെ കുറക്കാം. രണ്ട്, വരുമാനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാം. ഈ രണ്ടും അത് കൈകാര്യം ചെയ്യുന്നത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അല്ലെങ്കിൽ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം അത് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ, ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതാണ്, ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ്, ഒരു സംശയമില്ല. എന്നാൽ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥയുടെ ഭാഗമായിട്ട് വരുമ്പോൾ AI ഉൾപ്പെടെയുള്ള സർവതല സ്പർശിയായ മേഖലയിൽ രൂപം കൊണ്ട ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കപ്പെടുകയാണ് ചെയ്യുക. അവിടെയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. AI സംവിധാനം ഈ തലത്തിലേക്ക് പോയാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം അതിവേഗം നടക്കും, ദാരിദ്ര്യത്തിൻ്റെ സാമൂഹ്യവൽക്കരണവും ശക്തിയായിട്ട് തുടരും. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ കൃത്യമായിട്ട് AI ഞാൻ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നുകൊണ്ട് ഞാൻ വളരെ ലളിതമായും വളരെ ചുരുക്കം സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യന്ത്രസാമഗ്രികൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, AI സംവിധാനത്തെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അവരെ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെ ഉടമയായ തൊഴിലാളിയെ, അത് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന സേവനത്തിൻ്റെ കൃത്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മികവിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൂലി, ശമ്പളം, വരുമാനം കൂടും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സാങ്കേതിക മികവ് വളർത്തിയെടുക്കാൻ നമുക്ക് കൂടുതൽ സാധിക്കും. തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള തൊഴിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യാധ്വാനത്തിൻ്റെ പുതിയ സംസ്കരിക്കപ്പെട്ട രീതിയെ നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. അതാണിപ്പോൾ ഊരാളുങ്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്കിതിനെ മുന്നോട്ടേക്ക് നയിക്കണം. ഏതാണ്ട് 10-20,000-ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായിട്ട് മാറി എന്നാണ് അതിൻ്റെ ചിത്രം വായിച്ചപ്പോൾ മനസ്സിലായത്. പല മേഖലയിലായി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ തൊഴിലാളി മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉയർന്ന രൂപമായ AI ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെല്ലാം ചേർത്ത് വെച്ചാൽ ഒരു 10-20,000 ആളുകൾക്ക് സ്ഥിരമായി ജോലി കൊടുക്കാൻ, അവരെ ജീവനക്കാരാക്കി മാറ്റാൻ സാധിച്ച ഒരു പ്രസ്ഥാനമാണിത്. അതിൻ്റെ അർത്ഥം ഇവിടെ ഇന്ന് കൂടിച്ചേർന്നിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ്. ഏതാണ്ട് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 1,00,000-ഓളം ആളുകൾ കുടുംബാംഗങ്ങളായി ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കീഴിൽ ഇപ്പോഴുണ്ട്. 1,00,000. അത്രയും കുടുംബാംഗങ്ങളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിച്ച കേരളത്തിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ എല്ലാം മുൻപന്തിയിലേക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ജോലി നൽകാൻ സാധിക്കുന്ന ഒരു വലിയ വടവൃക്ഷം പോലെ വളർന്നു വരുന്ന സ്ഥാപനമായിട്ട് മാറുകയാണ്. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ രീതി ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പടിപടിയായി, ഇപ്പോഴും 100 കൊല്ലം കൊണ്ടാണ് നമുക്ക് 20,000-വും ഏതാണ്ട് 1,00,000 കുടുംബാംഗങ്ങളെയും രൂപപ്പെടുത്താൻ പരോക്ഷമായിട്ട് നിരവധി പാതയുണ്ട്. അതിലേക്ക് ഞാൻ കടന്നിട്ടില്ല. എന്നാൽ നേരിട്ട് തന്നെ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന
ഒരു പുതിയ തലമുറയെ നമുക്കറിയുന്നത് പോലെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ യുവാക്കൾ, തൊഴിലില്ലായ്മ പ്രശ്നം ഈ കേരളത്തിൽ